തുണി അഴിച്ച് കാണിച്ചെങ്കിലും നമുക്ക് കാശ് കിട്ടത്തുള്ളൂ, ആ കാശ് കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ കുറച്ച് കമന്റ് ചെയ്യുന്ന ആൾക്കാരിലുണ്ട്. കാരണം അവർ പറയുന്നത് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് 2 മക്കളുണ്ട്, അവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണി അഴിച്ച് കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ രേണു സുധിയുടെ മൂത്ത മകൻ എന്നെ പ്രസവിച്ചില്ലെങ്കിലും അമ്മ തന്നെയാണ്. ഇപ്പം ഞാനായാലും പ്രസവിച്ചില്ലെങ്കിലും നമ്മൾ ഏത് കുഞ്ഞിനെ വളർത്തിയാലും അവർ തന്നെയാണ്. എൻ്റെ മകൻ 3ാം വർഷം MBBS പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ 18 വയസ്സ് കല്യാണം കഴിച്ച് 19 വയസ്സാകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചതാണ്. അപ്പോൾ അവനെ ഞാൻ തന്നെയാണ് വളർത്തിയത്, വേറെ ആരുമല്ല വളർത്തിയത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവനെ വളർത്തുന്നതോടൊപ്പം ഞാനും അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു. ഞാനും പഠിച്ചു. പിന്നെ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്ത പലതരത്തിലുള്ള നമ്മൾ കുട്ടികളെ ട്യൂഷൻ എടുത്തും അത് ചെയ്തും ഇത് ചെയ്തും ഞാൻ പഴയ ഡാൻസും അതും ഇതും കളിക്കുന്ന സ്കൂളിൽ സബ് ജില്ലാ കലാതിലകമായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് ഫാഷൻ ഷോയിൽ നമ്മളെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്, പണ്ടും വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മളടുത്ത് പറയും 3 തരത്തിലുള്ള ഡ്രസ്സ് ഇടണം, എക്സ്പോസ് ചെയ്തിടാൻ പറ്റുമോ? ഒന്നും പറ്റില്ല, നമുക്ക് പറ്റാത്ത കാര്യം. കാരണം നമ്മുടെ മക്കൾ വളർന്നു വരികയാണ്. ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്നത് അവർക്ക് 2 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് എൻ്റെ മകനേക്കാൾ കുറച്ചും കൂടി മൂത്തതായിരിക്കാനാണ് സാധ്യത. എൻ്റെ മകന് 20 വയസ്സ്, അവനൊരു 21 വയസ്സുണ്ടാവും കിച്ചുവിന്. അപ്പോൾ ഈ ഏജുള്ള കുട്ടികളുള്ള, അപ്പോൾ ഇളയ കൊച്ചിന് 6 വയസ്സുണ്ട്. എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ ഈ 2 ആൺകുട്ടികൾ വളർന്നു വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തള്ളമാർ തുണി അഴിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നാളെ അവർ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് മക്കളെ വളർത്താൻ വേണ്ടി തുണി അഴിച്ച് കാണിക്കുകയും ഇതേണക്കുള്ള പേക്കൂത്ത് കാണിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. പിന്നെ ആ കൊച്ചിനെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതിന് ജാളിതയില്ല, അത് എന്ത് ജോലി ചെയ്തും ജീവിച്ചോട്ടെ. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്നവർ, ബാക്കിയുള്ളവരെ, ഈ വീഡിയോ ഇടുന്നവരെയും മറ്റു കമൻറ്റ് പറയുന്നവരെയും തെറി വിളിക്കാൻ വരേണ്ട ഒരാവശ്യമില്ല. കാരണം എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ എല്ലാ അമ്മമാരും മക്കളെ വളർത്തുന്ന ഒരുപാട് കഷ്ടപ്പെട്ടാണ്. പലർക്കും അച്ഛന്മാരുണ്ട്, എല്ലാവരും സിംഗിൾ പാരൻസ് ഒക്കെ ഉള്ളവരായിരിക്കും. ആ സിംഗിൾ പാരൻസ്, ഞാൻ സിംഗിൾ പാരന്റ് ആയിരുന്നു. അപ്പോൾ നമ്മളും ഒക്കെ നമ്മുടെ മക്കളെ വളർത്തുന്ന വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ഞങ്ങളും ഒക്കെ വളർത്തിയത്. അല്ലാണ്ട് തുണി അഴിച്ചെങ്കിലേ മക്കളെ വളർത്താൻ പറ്റൂ എന്നും പറയല്ലേ. സ്വാശ്രയ കോളേജിൽ 3ാം വർഷം MBBS പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ. അതുകൊണ്ട് തുണി അഴിച്ചെങ്കിൽ മാത്രമേ മക്കളെ വളർത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ആ കൊച്ചു തുണി അഴിക്കുന്നത്. അത് ആത്മഹത്യ ചെയ്തെങ്കിൽ നിനക്കൊക്കെ സമാധാനം വരുത്തുള്ളൂ എന്ന് ചോദിക്കുന്ന